ജാസി ഇപ്പോൾ നീ വരുന്ന മുമ്പ് ഇവിടെ കമ്മ്യൂണിറ്റി വാസ് ഗോയിങ് ഓൺ വെൽ. നീ വന്ന് കുറച്ച് മന്ത്സേ ആയുള്ളൂ അല്ലേ? ഇപ്പോൾ ഇതിന് നിനക്ക് മേലെ ഉണ്ടായവരെല്ലാം താഴായി. ഇൻഫ്ലുവൻസിങ് ആവട്ടും ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് ആവട്ടെ. അപ്പോൾ നീ വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? കോൺട്രവേഴ്സി എന്തിനാ ചെയ്യുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഇവിടെ കുറച്ച് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ദുബായിൽ നിന്ന് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്തും ഞാൻ ഒരിക്കലും കമ്മ്യൂണിറ്റികളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, നിന്റെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ ഫ്യൂ വേർഡ്സ് കമ്മ്യൂണിറ്റികളെ താഴ്ത്തിയാണ് നീ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിന്? അത് ഞാൻ ഒരിക്കലും അവരെ താഴ്ത്തി സംസാരിക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നില്ല. ചിലതെല്ലാം എൻ്റെ അബദ്ധവശാൽ, ഞാൻ പറഞ്ഞില്ല, അബദ്ധവശാലായി പോകുന്നതാ. എനിക്ക് എപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയാണ് വലുത്. പക്ഷേ ചില സമയത്ത് എനിക്ക് അറിയില്ല, കമ്മ്യൂണിറ്റിയിലും എൻ്റെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുമായിരിക്കാം. ഇപ്പോൾ ഒരു നല്ല വശത്തിന് ചീത്ത വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന കമ്മ്യൂണിറ്റികളും ചില ആൾക്കാരുണ്ടാവുമായിരിക്കാം. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലവർ. അപ്പം അതുകൊണ്ടും അങ്ങനെ വന്നു പോകുന്നു. ചിലവരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വളച്ചൊടിച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇപ്പൊ നീ കാരണം നീ ചെയ്യുന്നത് റീൽസ് ആവട്ടെ ഏതോ ഒന്നാവട്ടെ, അതിൽ നിന്നെയാണ് അവർ ഫസ്റ്റ് ഇപ്പോ എല്ലാ കമ്മ്യൂണിറ്റീസിൽ എല്ലാ സൊസൈറ്റിയിലും ഏൽക്കാറുണ്ട്. പക്ഷെ നീ വന്ന ശേഷം ഈ കമന്റ്സ്, ബാഡ് കമന്റ്സ് ഒക്കെ, ഈ നിങ്ങൾ അവർ വിളിക്കുന്ന വാർത്തകളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോ തിരിച്ചു തുടങ്ങി. അപ്പൊ നീ കാരണം ഇത് മറ്റവർക്കും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, മറ്റവർക്കും അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാ നീ? എനിക്കിപ്പോ ഒരു വീഡിയോ ഇടുമ്പോൾ നല്ല കമന്റ്സും വരാറുണ്ട്, ചീത്ത കമന്റ്സും ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി ചീത്ത കമന്റ്സ് ആണ്. നല്ല കമന്റ്സും ഉണ്ട്. ഇപ്പോൾ കുറച്ച് നല്ല റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്കാരെ എനിക്ക് തിരുത്തി പറയുന്നുണ്ട്, ഇതിന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറേ ബാഡ് കമന്റ് ഇടാറുണ്ട്, പക്ഷേ ഈ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള കമന്റും എനിക്ക് വരാറുണ്ട്. പൊതുവേ ഇപ്പോൾ ഞാൻ വരുന്ന മുമ്പും ഈ കമ്മ്യൂണിറ്റികൾക്ക് പോയിട്ട് ആൾക്കാർ ഇങ്ങനെ 9 ചാന്തുപൊട്ട് അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഞാനിങ്ങനെ ഈ ട്രോളന്മാരൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത സമയത്ത്, അല്ലെങ്കിൽ നാട്ടിൽ ഞാൻ വന്നിട്ട് കുറച്ചും കൂടെ ഒക്കെ വീഡിയോസും ട്രോളൊക്കെ കുറേ കൂടിയ സമയത്ത് എനിക്ക് പേഴ്സണലി കുറേ ബാഡ് കമന്റ് വരാൻ തുടങ്ങി. അപ്പം അത് കുറച്ചൊക്കെ സാരമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റീനെയും ബാധിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ചിലതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വായന്ന് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ അതെ. ഇപ്പോൾ ഈ രണ്ടാം ഘട അന്ന് നീ ഒരു വാർത്ത ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇതിന് കാരണമാണല്ലോ ഈ കമ്മ്യൂണിറ്റി എല്ലാം വന്ന് നിനക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. അത് ജാസ്ക്ക് മനസ്സിലായോ? അത് എനിക്ക് ഓൾറെഡി ആ ഒരു വേർഡിന് ഞാൻ ഉദ്ദേശിച്ചത്, അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് തെറ്റ് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്ത് ഇട്ട വ്യക്തിയാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, സത്യമാണ്. അത് എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. അത്തരം റോളുകൾ പക്ഷെ ഞാൻ എൻ്റെ മനസ്സോട് ഞാൻ ഉദ്ദേശിച്ചത് അത്തരം റോളുകൾ മോശമോ അല്ലെങ്കിൽ അത്തരം റോളുകൾ ചെയ്യുന്ന ആൾക്കാർ മോശമെന്നല്ല. ചിലപ്പോൾ എനിക്ക് കുറച്ച് ഇൻറ്റിമസി ഉള്ള സീനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മോശം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ ഞാനുണ്ട് ഇവിടെ. അതെ, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഞാൻ അമ്മ സ്ഥാനത്ത് കാണുന്നതാണ് ഷക്കീലാമ്മനെ. അപ്പോൾ അമ്മനെ ഇരുത്തിയത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അത്തരം റോളുകൾ ചെയ്യുന്നവർ ഒരിക്കലും മോശപ്പെട്ട ആൾക്കാരല്ല. അവർക്ക് എല്ലാ റോളുകളും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ എല്ലാ റോളുകളും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി, അത് ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ രണ്ടാം കിട റോളുകൾ എന്ന് പറഞ്ഞതാണ് വലിയൊരു സീനായി പോയത്. അത് അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. രണ്ടാം കിട എന്നുള്ളൊരു റോൾ ഇല്ല. എല്ലാ റോളിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യം. ജാസി, ഈ നീ പറഞ്ഞത് ആ ക്യാരക്ടേഴ്സിന്റെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്നത് അത് എത്ര കഷ്ടം എന്നറിയോ? തീർച്ചയായിട്ടും അതാണ് the best thing one person can act, like as if you're coming, അത് എത്ര കഷ്ടം എന്നറിയോ? ആ ഫീലിങ്സ് നിങ്ങളെ കണ്ണിൽ കൊണ്ടുവരണമെങ്കിൽ നീ ഇമാജിൻ ചെയ്യണം. പക്ഷെ അവിടെ യു വിൽ ഹാവ് 20 പീപ്പിൾ ആൻഡ് എ ക്യാമറമാൻ ആൻഡ് എ ഡയറക്ടർ. സോ അത് വളരെ കഷ്ടമാണ്. ആ കാഴ്ചകൾ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്.
അതിപ്പോൾ അമ്മ പറയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അമ്മ അത് അങ്ങനത്തെ ഫിലിംസ് അഭിനയിച്ച വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എന്താണ് ഇപ്പോൾ നാളെ ഒരു കഥാപാത്രം, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ നാളെ എനിക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രം കിട്ടുകയാണ്. അത് ഇൻറ്റിമസി സീനുകളൊന്നുമില്ല, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രമാണ്, ത്രൂട്ട് നല്ലൊരു ക്യാരക്ടറാണ്. ഞാൻ എൻ്റെ റീൽസിലും അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇപ്പോൾ എന്താണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ഇതിൽ മല്ലി എന്നൊരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ റീൽസിലൂടെ ഞാൻ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്തരം ക്യാരക്ടർ ഞാൻ എൻ്റെ റീൽസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇൻറ്റിമസി ആകുമ്പോൾ ഇപ്പം അമ്മ പറഞ്ഞല്ലോ ഭയങ്കര കഷ്ടപ്പാടാണ് ആ ഫീലിങ്സ് കൊണ്ടുവരണം എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര ലൈക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതെ, അല്ലാണ്ട് എനിക്ക് നോർമലി ഇപ്പോൾ ഒരു പൈപ്പിൻ ചോട്ടിൽ വെള്ളം പിടിക്കുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു എന്താണ് നടന്റെ അനിയത്തി ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അതൊക്കെ എനിക്ക് ഓക്കെ. ഇല്ല, അതൊക്കെ നിനക്ക് ഇല്ല മോളെ, അതൊക്കെ നിനക്ക് എന്തിനു തരണം ഇൻഡസ്ട്രി എന്തിനാ നിനക്ക് ആ ക്യാരക്ടർ തരണമെന്ന് നിന്റെ വിചാരം? എനിക്ക് അത്തരം ക്യാരക്ടറുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം അപ്പൊ ആ താല്പര്യം വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം എൻ്റെ റീൽസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എന്താണ് ആക്ടിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ കണ്ടിട്ട് എനിക്ക് അത്തരം റോളുകൾ കിട്ടുമെന്ന് വന്നിട്ടുണ്ടോ അങ്ങനെ ഓഫേഴ്സ്? ഓഫേഴ്സ് വരുന്നുണ്ട്, തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെയ്തോ? ഇല്ല. എന്തിന്? അത് ചെറിയൊരു പ്രശ്നമായപ്പോൾ ചെയ്തില്ല. എന്താ പ്രശ്നം? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചവര്. സീരിയസ് ഞാൻ എന്താ ഇത് എവിടെ പോയാലും ഈ പെൺകളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ട്രാൻസ് പീപ്പിളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, ഈ മെന്നുകൊക്കെ എന്തായടാ? എനിക്കറിയില്ല. അത് നല്ല റോളായിരുന്നു, തമിഴ് മൂവിയാണ്. ഞാനത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കി. പിന്നെ ജാസിന് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, എന്തിനാണ് ചിരട്ട വെച്ച് നടക്കുന്ന ആളൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് ചോദിക്കുന്നത്? അത്രയും ഭയങ്കര മോശമുള്ള ഇതൊക്കെ എനിക്ക് വന്നതാ. എന്നെ ട്രോളുന്ന വ്യക്തിയൊക്കെ എന്നെ ട്രോളിയ വ്യക്തിയാണ്. അത്രയും ഗതി കെട്ട് പോയോ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ. ഞാൻ എൻ്റെ ഓപ്പണായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്, എനിക്ക് സീരിയസ്ലി ആയിട്ട് എൻ്റെ ആഷി ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാനിത് സംസാരിക്കുന്നത്. ആഷിക്ക് ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ക്യാരക്ടർ വരുന്നത്. വിജയ് സേതുപതി സാറുടെ മൂവിയായിരുന്നു, തമിഴ് മൂവി, സൂപ്പർ ഡീലക്സ്. ഇല്ല, മൂവിയുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല. വിജയ് സേതുപതി ആക്ടർ എന്ന് എന്നോട് പറഞ്ഞു. ഐശ്വര്യ ലക്ഷ്മി ഓർ ആക്ട്രസ്. തമിഴ് മൂവിയാണ്, ഒരു ഹൊറർ കോമഡി മൂവിയായിരുന്നു. അപ്പോൾ മലേഷ്യയിലാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഓക്കെയാണ്. അപ്പൊ അവിടെ ഒരു ഗൈഡ് ആയിട്ടുള്ള ഒരു റോളാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റോളാണ് എന്നോട് പറഞ്ഞത്. ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു. അതെ. ഓക്കെ, ഇപ്പോ നീ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നില്ലേ, ഇത് വെച്ചിട്ട് നിനക്ക് അവരെങ്ങനെ ആക്ടിങ് ഇത് കൊടുക്കും? ആൻഡ് പർട്ടിക്കുലർലി ഈ റീൽസ് ചെയ്യുന്നപ്പോ ഇനി ഓരോരുത്തർ ചെയ്തത് ആണ് നിങ്ങൾക്കെന്ന് ഒരു ഐഡന്റിറ്റി, ഒരു സ്പെഷ്യൽ ആയിട്ട് ഇത് വേറെ ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം, അത് ഒന്നും ഇല്ലല്ലോ. സോ അത് എടുക്കില്ല സിനിമാക്കാർക്ക് അവർ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണണം, അപ്പോഴാണ് അവർ ചാൻസ് കൊടുക്കും. നീ എങ്ങനെ വിചാരിക്കുന്നു, നിനക്ക് ഇൻ കേസ് ഒരു ക്യാരക്ടർ കൊടുക്കുന്നെങ്കിൽ നിനക്ക് അവിടെ ട്രാൻസ് വുമനായിട്ട് കാണിക്കണോ, അല്ലാതെ അത് വേണ്ട എനിക്കൊരു വുമൻ ആണ് വേണോന്ന്? അങ്ങനെ എനിക്കില്ല. എനിക്ക് ഇപ്പോൾ ട്രാൻസ് വുമൺ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പോൾ വുമൺ ആയിട്ട് അത് എന്തിനു ചെയ്യണമെന്ന്, എതൊക്കെ അത് ചെയ്യണം? കാരണം നീ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഈ സർജറി, ഈ പെയിൻ ഒക്കെ എടുത്ത് യു ആർ ട്രാൻസ്ഫോമിങ് ഇൻ ടു എ വുമൻ. പിന്നെ എന്തിനാ ഈ ക്യാരക്ടർ നീ ചെയ്യണം? അത് എനിക്ക് എല്ലാ ഡയറക്ടറുടെ അടുത്ത് ചോദ്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടർ വേണമെങ്കിൽ നിങ്ങൾ ആരെന്ന് ആർട്ടിസ്റ്റ് എടുത്ത് മീസൊക്കെ ഒഴിച്ചിട്ട് ദാടിയൊക്കെ ഒഴിച്ചിട്ട് സാരി ഇട്ടിട്ട് ആ ക്യാരക്ടർ ചെയ്തോ. ഇത്ര പെയിൻ എടുത്ത് ഇത്രയ്ക്കും ചെയ്തവരെ തീർച്ചയായും അങ്ങനെ എന്തിനു കാട്ടണം? ഓക്കെ, അമ്മ പറയുന്നത് ഈ ട്രാൻസ് ആയി മാറിയ കുട്ടികളെ പിന്നെ ഈ സിനിമയിലേക്ക് എന്തിനാണ് ട്രാൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്, അവർക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുത്തുകൂടെ എന്ന്. അതെ, അത്തരം കഥ അത് എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ട്രാൻസ് ഓറിയന്റഡ് കഥാപാത്രങ്ങൾക്കാണ് അവരെ വിളിക്കുന്നുള്ളൂ. ചില ആൾക്കാരെ വിളിക്കുന്നത് അത്തരം കഥാപാത്രം ചെയ്യാനായിരിക്കും. അല്ലാണ്ട് നോർമലി പ്യുവർ സ്ത്രീ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കും വിളിക്കുന്നുണ്ട്. എല്ലാം നല്ല എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എന്തിനാണ് ഇപ്പോൾ നല്ല നടികളായിട്ട് വിളിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതുന്നുണ്ട്, സിനിമകൾ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കും നല്ല അനിയത്തി ക്യാരക്ടർ വേണം, നല്ല അമ്മ ക്യാരക്ടർ വേണം, നല്ല ചേച്ചി ക്യാരക്ടർ വേണം, നടിമാരെ ക്യാരക്ടർ വേണം.
അല്ലാണ്ട് ഒരു പർട്ടിക്കുലറിലേക്ക് അവരെ എഴുതപ്പെടരുത്. ട്രാൻസുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറേ സിനിമകൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രാൻസ് വുമൺ ആണെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേഷങ്ങൾ അത്തരം ഒരു വേഷങ്ങളായിരിക്കും. അങ്ങനത്തെ വേഷങ്ങളല്ലാണ്ട് അവർക്കും നല്ല നല്ല ക്യാരക്ടറുകൾ വരണം, അവർക്കും നല്ല നല്ല ക്യാരക്ടർ എഴുതപ്പെടണം. അതൊക്കെ അവർക്ക് ആക്ടിങ് അറിയുന്നല്ലോ. ഒരുപാട് പേരില്ലേ ട്രാൻസിൽ വുമൻസ് ഒക്കെ ആയിട്ട് എത്രയോ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്, ഫ്രണ്ട്സിലുണ്ട്. ഇപ്പോൾ എന്താണ് കുറേ ആൾക്കാർ അഭിനയിച്ചത് കണ്ടു. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു നടി ചെയ്യുന്ന അതേ അത്തരം കഥാപാത്രങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അവർക്കും പറ്റും. അവർക്കും അത്തരം ക്യാരക്ടർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്.